റിസോർട്ടിലെ തന്റെ റൂമിൽ ബെഡ്റൂമിനോട് ചേർന്നുള്ള വിശാലമായ ഹാളിലെ സോഫയിൽ ഒരു ബോൾ നിറയെ പച്ചമുന്തിരിക്കുലയുമായി ഇരുന്നു മുന്നിലെ വലിയ LED TV ഫ്രണ്ട്സ് സിനിമ കാണുകയായിരുന്നു പിള്ള. അനുവാദം ചോദിക്കാതെ തന്നെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന സിദ്ധു കണ്ടത് ഒരു കുലമുന്തിരി വായിൽ കടിച്ചു പിടിച്ചിരുന്ന് സിനിമ കണ്ട് ചിരിക്കുന്ന പിള്ളയാണ്. അയാൾ ചിരിക്കുന്ന കണ്ട് സിദ്ധുവും TV-യിലേക്ക് നോക്കി. ഫ്രണ്ട്സ് സിനിമയിൽ ജനാർദ്ദൻ വെള്ളപ്പാട്ടയിൽ വീഴുന്ന സീൻ. അയാളുടെ ആ മുഖഭാവം കണ്ട് എല്ലാവരും ചിരിക്കുന്നു. ചിരി നിർത്താൻ പാടുപെടുന്ന ശ്രീനിവാസനെ കരിവീപ്പയിലിട്ട് ഉരുട്ടിയെടുക്കുന്നു. എന്തൊരു ഭംഗി! കരിപുരണ്ടു നിൽക്കുന്ന ശ്രീനിവാസനെ കണ്ട് ജനാർദ്ദൻ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന രംഗം കണ്ട് പൊട്ടിച്ചിരിച്ച് വീഴുന്ന പിള്ളയെ രൂക്ഷമായി ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനെ അയാൾ അപ്പോഴാണ് കണ്ടത്. കയ്യിലുണ്ടായിരുന്ന മുന്തിരിക്കുല പെട്ടെന്ന് ബൗളിലേക്കിട്ട് വേഗത്തിൽ ചാടിപ്പിടിച്ച് സോഫയിൽ നിന്ന് എണീറ്റു പിള്ള. TV-യിൽ ശ്രീനിവാസന്റെ രൂപം കണ്ട് ജനാർദ്ദൻ ചിരിക്കുന്ന രംഗം കണ്ടതും ദേഷ്യത്തോടെ തന്നെ പിള്ളയുടെ മുഖത്തേക്ക് നോക്കി സിദ്ധു. സോറി സാർ, ഇപ്പോ ഓഫ് ചെയ്യാം. അവന്റെ നോട്ടത്തിന്റെ അർത്ഥവും ദേഷ്യഭാവത്തിന്റെ അർത്ഥവും മനസ്സിലാക്കിയതുപോലെ തന്നെ പെട്ടെന്ന് അടുത്തിരുന്ന റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്തു പിള്ള. സാറിന്റെ എവിടെ? സംശയഭാവത്തിൽ തന്നെ പിള്ള ചോദിച്ചു. ആരാ അവള്? അതീവ ഗൗരവത്തോടെ അവൻ അലറി. ആരാ സാർ? ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിസ്സാരഭാവത്തിൽ പിള്ള ചോദിച്ചു. അയാളെ കൂർപ്പിച്ച് നോക്കി സിദ്ധു. ആ പെണ്ണോ? അറിയില്ല സാർ. കണ്ടെത്തണം, അവൾ ആരാ എന്താന്നൊക്കെ കണ്ടെത്തണം. എന്റെ മുഖത്ത് ചെളി തേച്ച അവളെ വെറുതെ വിടില്ല ഞാൻ. പകയോടെ സിദ്ധു പറയുമ്പോൾ പിള്ള അവന്റെ അടുത്തേക്ക് വന്നു. സാർ, അതൊക്കെ കഴിഞ്ഞ. എന്ത് കഴിഞ്ഞു നാടോ? കഴിഞ്ഞതല്ല, തുടങ്ങിയതാ. തുടങ്ങി വെച്ചത് അവളാ. പക്ഷെ അവസാനിപ്പിക്കാൻ പോകുന്ന ഞാനും. അവൾ ആരാ എന്താന്നുള്ള എല്ലാ വിവരങ്ങളും അറിയണം എനിക്ക്. താൻ അത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സർ, ആ പെണ്ണ് ആരാ എന്താന്നൊക്കെ കണ്ടുപിടിക്കുന്നതിലും അവൾക്കുള്ള ശിക്ഷ വിധിക്കുന്നതിലും നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അതിനൊക്കെ മുമ്പ് നമ്മൾ നമ്മുടെ നിലയും വിലയും മനസ്സിലാക്കണം. പകയുടെ പേരിൽ പെണ്ണിനെ ദ്രോഹിക്കാൻ ഇറങ്ങിയ നഷ്ടം സാറിന് മാത്രം, സാറിന്റെ കരിയറിന് മാത്രം. എന്ന് കരുതി എന്റെ മുഖത്ത് ചെളി തേച്ച് അവളെ വെറുതെ വിടണം ഞാൻ? ചില സമയങ്ങൾ വെറുതെ വിട്ടേ മതിയാവും സാർ. നാളത്തെ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. പിന്നെ നമ്മൾ ഒരിക്കലും ആ പെണ്ണിനെ കാണാൻ പോകുന്നില്ല. അതിനിടയിൽ എന്തിനാണ് സാർ ഈ ആവശ്യമില്ലാത്ത വാശിയും ദേഷ്യമൊക്കെ? സാറ് ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരനല്ലേ? ചിന്തിക്കുക. ഏതോ ഒരു പീറ പെണ്ണിനോട് പ്രതികാരം ചോദിക്കാൻ നടന്നു സാറെന്തിനാ സാറിന്റെ കരിയർ നശിപ്പിക്കുന്നത്? പിള്ള ചോദിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാ വെറുതെ കേട്ടു നിന്ന് സിദ്ധു. സാർ ഇപ്പോൾ റൂമിലേക്ക് പോയിക്കോ. ഇന്നിനി കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. നാളത്തെ ഷൂട്ടിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഈ നാട് വിടുന്നതിനെ പറ്റിയും. ആവശ്യമില്ലാത്ത ദേഷ്യവും വാശിയും പകയൊന്നും ആരോടും വേണ്ട സർ. അതിന്റെ ഫലം ഒരു പക്ഷേ നമ്മൾ മാത്രമേ അനുഭവിക്കൂ. പിള്ള പറയുന്നതിലെ കാര്യഗൗരവം മനസ്സിലായതുപോലെ തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കി സിദ്ധു. അതെ സാർ, ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കാം. സാറ് വെക്കോ, ഒന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോഴേക്കൊന്ന് കൂളാവും. സമാധാന സ്വരത്തിൽ തന്നെ പിള്ള പറയുന്ന കേട്ട് അയാളൊന്ന് നോക്കിയ ശേഷം പെട്ടെന്ന് തന്നെ റൂമിന്റെ പുറത്തേക്ക് പോയി. അവൻ തിരികെ റൂമിലെത്തി മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളും ഒപ്പം പിള്ള പറഞ്ഞ കാര്യങ്ങളും ആലോചിച്ചു. ആ സമയത്താണ് റൂമിന്റെ ടേബിളിൽ നിന്ന് അവന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. സംശയഭാവത്തിൽ തന്നെ ടേബിളിന്റെ അടുത്തേക്ക് നടന്ന് ഫോൺ എടുത്ത് നോക്കി. ശ്രേയ സേവ് ചെയ്തിരിക്കുന്ന ആ പേര് കണ്ടതും ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെക്കുമ്പോഴും സിദ്ധുവിന്റെ മുഖത്ത് അതേ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഹലോ മിസ്റ്റർ സിനിമ നടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? കോൾ എടുക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ വിളിച്ച്. അപ്പുറത്ത് ശ്രേയയുടെ സംസാരം കേട്ടത് ചിരിയോടെ അവൻ സോഫയിലിരുന്നു. ഷൂട്ടുണ്ടായിരുന്നു, അത് മുടങ്ങി. ഇനി നാളെയുള്ളൂ. ആണോ? അതെന്താ മുടങ്ങിയത്? നീ ആലപ്പുഴയാണെന്നുള്ള പിള്ളച്ചേട്ടൻ പറഞ്ഞ്. ഞാൻ വിളിച്ചിരുന്ന പിള്ളച്ചേട്ടനെ പറഞ്ഞില്ലേ നിന്നോട്? ഇല്ല ശ്രേയ, മറന്നുപോയിട്ടുണ്ടാവും. 3 ഫോണുണ്ട് പിള്ളച്ചേട്ടന്റെ കയ്യിൽ. അതുമായി എപ്പോഴും ബിസിയാ പുള്ളി. അറിയാം. ജനകോടികൾ ആരാധിക്കുന്ന ഒരു നടനല്ലേ നീന്ന്. ഞാനാരാ? നിന്നെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു പാവം പെണ്ണ്. ആരെ ഈ പാവം? നീയാണോ? അല്ലാതെ പിന്നെ എന്താ സംശയമുണ്ടോ നിനക്ക്? ശ്രേയ ചോദിക്കുന്ന കേട്ട് സിദ്ധുവും ചിരിച്ചു. ഹാവു, ചിരിച്ചു കേട്ടല്ലോ. നിന്നെ ആരാധിക്കുന്ന നടിമാർക്ക് ആർക്കും അറിയില്ല നിനക്ക് ഇങ്ങനെ ഒരു സുന്ദരിക്കുട്ടിയായിട്ട് അടുപ്പുണ്ടെന്നും താമസിക്കാതെ തന്നെ നമ്മൾ വിവാഹിതരാകുന്നൊക്കെ. ഹോ, എത്ര പെമ്പിള്ളയുടെ ശാപം പിടിച്ചു വാങ്ങിയ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്. നീ ഇപ്പൊ ഇതൊക്കെ പറയാനാണോ വിളിച്ച്? ഏയ് അല്ല, നിനക്ക് ഒത്തിരി സന്തോഷമാവുന്ന ഒരു വളരെ വലിയ ഹാപ്പി ന്യൂസ് പറയാനാ. കേൾക്കുമ്പോൾ നിനക്ക് ഒത്തിരി സന്തോഷമാവും. അത് നിന്നോട് തന്നെ പറയാനാ. പിള്ളച്ചേന്റെ ഫോണിലല്ല, നിന്റെ പേഴ്സണൽ നമ്പറിൽ തന്നെ ഞാൻ വിളിച്ച്. എന്താ ശ്രേയ, എന്താ കാര്യം? സിധു ദേവികാന്റിയുടെ വലതു കൈ അനങ്ങി. മാത്രമല്ല എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാട്ട്? വിശ്വാസം വരാത്ത രീതിയിൽ തന്നെ സോഫയിൽ നിന്ന് ചാടി എണീറ്റ് ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദത്തിൽ ഞെട്ടലും സന്തോഷവും പ്രകടമായിരുന്നു. ശ്രേയ? വീണ്ടും വിശ്വാസം വരാത്ത രീതിയിൽ സിധു വിളിച്ചു. അതെ സിധു, സത്യം. ഞാൻ നിന്റെ വീട്ടിലായിപ്പോളൂ. ഞാൻ മാത്രമല്ല, അച്ഛനും ഉണ്ട്. ദേവികാന്റിയെ ചികിത്സിക്കുന്ന ഡോക്ടർ സുഭാഷിനോട് സംസാരിച്ചേൽക്കും അച്ഛൻ. അമേരിക്കയിൽ കൊണ്ടുപോയി ചെയ്ത ട്രീറ്റ്മെന്റിനൊക്കെ ഇപ്പോഴാ ഫലം കണ്ടു തുടങ്ങിയ സിധു. ശ്രേയ, എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ വരാം.
വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി സിദ്ധു. അയ്യോ സിദ്ധു വെക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെ വർക്ക് തീരാൻ 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിനുള്ള നീ ഒരു ബ്രേക്ക് എടുത്ത് ഇങ്ങോട്ട് വന്നാൽ ആ സിനിമയുടെ ഷൂട്ടിങ്ങിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് അത് വേണ്ട. 10 ദിവസം കൂടി കഴിഞ്ഞാൽ നീ അടുത്ത സിനിമ ഷൂട്ടിങ്ങിന് പോകില്ലേ? ആ സമയത്ത് ഒരു 2-3 ദിവസത്തെ ബ്രേക്ക് എടുത്ത് ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് എടുത്തിയാടി ഇങ്ങോട്ട് വന്ന് നിന്റെ സിനിമ ഷൂട്ടിംഗ് ഒന്ന് മുടക്കാൻ നിൽക്കണ്ട. ഇത്രയും നല്ലൊരു ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ശ്രേയ വരാണ്ടിരിക്കുന്നത്? എത്ര കൊതിച്ചാന്നറിയോ ഇങ്ങനൊരു വാർത്ത കേൾക്കാൻ? എന്നിട്ടിപ്പോ സിധു, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനും അച്ഛനും സുഭാഷ് ഡോക്ടറോട് സംസാരിച്ച് ആന്റിയുടെ വിരലണങ്ങിയ സംസാരിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലൊരു പ്രോഗ്രസ് ആണെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ആന്റിയെ കുറച്ച് ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതേപറ്റി നിന്നോട് അനുവാദം ചോദിക്കാൻ കൂടി വേണ്ടിയാ ഞാനിപ്പോൾ വിളിച്ച്. ഡോക്ടർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അമ്മയൊന്നും കാണാതെ അതിപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ നിനക്ക് ആന്റിയെ കാണാലോ സിധു. നീ ഇപ്പം ഇങ്ങോട്ട് വന്നു എന്ന് കരുതി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല. ഇവിടെ ഇപ്പം ഞാനും അച്ഛനും സെർവൻസും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ. ആന്റി ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. 10 ദിവസം കഴിഞ്ഞ് നീ വന്നാൽ മതി. അപ്പോൾ ഇപ്പോഴത്തേക്കാൾ കൂടുതൽ പുരോഗതി ഉണ്ടാവും. ചിലപ്പോൾ ആന്റി എണീറ്റ് നടന്നു വരും. ശ്രേയ, സത്യ സിദ്ധു, നിന്റെ ഏറ്റവും വലിയ ദുഃഖമല്ലേ ആന്റിയുടെ അവസ്ഥ? അത് മാറാൻ പോവാ. ആന്റി കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ പഴയതുപോലെ ആവും സിദ്ധു. നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷയോടെ തന്നെ. ആന്റിക്ക് ഇവിടെ ഒരു കുറവുണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ആന്റിയുടെ കൂടെ തന്നെയുണ്ട്, ഒരു മകളെന്ന പോലെ. താങ്ക് യു ശ്രേയ, താങ്ക് യു വെരി മച്ച്. എന്തിനാ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നത്? ഇതൊക്കെ എൻ്റെ കടമയല്ലേ. എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്ന ദേവികാന്റിയും വാസുദേവ് അങ്കിളിനെയും. കുഞ്ഞിലെ മുതൽ അമ്മയില്ലാത്ത ദേവികാന്റി എൻ്റെ അമ്മ തന്നെയായിരുന്നു. ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ മകളായിട്ടല്ല, സ്വന്തം മകളായിട്ട് തന്നെയാണ് ദേവികാന്റി എന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ അങ്കിളും പോയി, ആന്റി ഇങ്ങനെയായി. ഇതിപ്പോൾ എൻ്റെ അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാം. അത്യാവശ്യം ഫ്രീഡം തന്നതിന് വളർത്തിയുണ്ടാവും. എന്നെക്കാൾ 2 വയസ്സ് ഇളയതായ നിന്നെ വിവാഹം ചെയ്യാൻ അച്ഛൻ സമ്മതിച്ച് എൻ്റെ തീരുമാനത്തിന് വില നൽകിയത്. പക്ഷേ ദേവികാന്റി ഇതൊക്കെ സമ്മതിക്കുക സിദ്ധു? മകനേക്കാൾ മുതിർന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അമ്മമാർ സമ്മതിക്കുമോ? എന്നെ ഒരു മകളെ പോലെ ദേവികാന്റി കണ്ടിട്ടുള്ളൂ, പക്ഷെ മരുമകളായി കണ്ടിട്ടില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തിനാ ശ്രേയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നു? ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല സിദ്ധു, എന്തെന്നറിയില്ല, ഒരു പേടി പോലെ. നിന്നെ നഷ്ടപ്പെടുന്നു എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. നിന്നെക്കാൾ 2 വയസ്സിന് മുതിർന്നാണെങ്കിലും എടാ പോടാ ബന്ധം നമ്മൾ തമ്മിൽ കുഞ്ഞിലേ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നു. പക്ഷേ ദേവികാന്റി അവസ്ഥയിലായതിൽ പിന്നെ നമ്മുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയത്. ദേവികാന്റി പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ? നമ്മൾ മനഃപൂർവ്വം മറച്ചു വെച്ചാണെന്നല്ലേ പറയും എന്നൊക്കെ ഒരു തോന്നൽ. പിള്ളച്ചേട്ടനൊഴിച്ച് ഇൻഡസ്ട്രിയിൽ മറ്റാർക്കും തന്നെ ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അറിയില്ല. ചെറിയൊരു സ്പാർക്ക് കിട്ടിയാൽ മതി, കാട്ടുതീ പോലെ ന്യൂസ് പടരും. മാത്രമല്ല നടൻ സിദ്ധാർത്ഥ ആ നടിയുമായിട്ട് ബന്ധത്തിലായിരുന്നു, ഈ നടിയുമായി പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ഫേക്ക് ന്യൂസ് ഇറങ്ങും. പിന്നീട് മീഡിയാസ് നിന്നെ തപ്പി നടക്കും. നിന്റെ FBയിലോ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കും. അതിനെപ്പറ്റി നല്ല പറയാനും വിമർശിക്കാനും ആളുകളുണ്ടാവും. അങ്ങനെ വിമർശകരാരും തന്നെ നിന്നെ വെച്ച് പന്താടുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ ന്യൂസ് രഹസ്യമായി സൂക്ഷിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിന്നെ ഉപേക്ഷിക്കാനല്ല. സിദ്ധു ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. അല്ലാതെ ഒരു നടിമാരോ ആരാധികമാരോ എൻ്റെ മനസ്സിനെ സ്വാധീനിക്കില്ല. ആ വാക്ക് പോലെ നിനക്ക് മതി സിദ്ധു, ഇത് മതി. നിന്റെ ഈ വാക്ക് മാത്രം കേട്ടാൽ മതി. അപ്പം ഞാൻ ഇന്ന് തന്നെ ദേവികാന്റിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുകളും തന്നെ ചെയ്യാം. ആന്റിക്ക് അവിടെ ഒരു കുറവും വരുത്താതെ ഞാൻ തന്നെ മുമ്പതിൽ നിന്ന് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോളാം. ആന്റിക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായാൽ ഉടനടി തന്നെ നിന്നെ വിളിച്ച് വിവരവും പറയും. ആ സിദ്ധു, ഇന്നത് ഷൂട്ടിനെന്ന് പറഞ്ഞിട്ട് മുടങ്ങിയത് അതിന്റെ കാരണം പറഞ്ഞില്ലല്ലോ നീ? പെട്ടെന്ന് ഫോണിലൂടെയുള്ള ശ്രേയയുടെ സംസാരം കേട്ടതും സിദ്ധുവിന്റെ മനസ്സിൽ മീനാക്ഷിയുടെ മുഖമാണ് ഓർമ്മ വന്ന്. മീനാക്ഷിയുടെ മുഖവും തന്റെ മുഖത്ത് ചേറുതേച്ച രംഗവും അവളുടെ സംസാരവും പെട്ടെന്ന് ഓർമ്മ വന്നു. നടക്കാൻ പോലും അറിയാത്ത കിഴങ്ങിനൊക്കെ ആരാ സിനിമ നന്നാക്കിയത്? അവളുടെ ആ വാചക മനസ്സിൽ ഓർമ്മ വന്നു. ദേഷ്യത്തോടെ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റാതെ തന്നെ കണ്ണുകൾ അടച്ചു പിടിച്ചു. സിധു, വാട്ട് ഹാപ്പൻഡ്? ആർ യു ഓക്കെ? പെട്ടെന്ന് ശ്രേയയുടെ ശബ്ദം ഫോൺ വഴി കേട്ടതും മിഴികൾ തുറന്നു. ഐ ആം ഓക്കെ ശ്രേയ, വിൽ കോൾ യു ലേറ്റർ. ഓക്കെ സിധു, തിരക്കാണെങ്കിൽ പിന്നെ സംസാരിക്കാം. അപ്പം എല്ലാം പറഞ്ഞ പോലെ ബൈ. അപ്പുറത്ത് ശ്രേയ ഫോൺ കട്ട് ചെയ്യുമ്പോൾ കയ്യിലിരുന്ന ഫോൺ സോഫയിലേക്ക് എറിഞ്ഞുകൊണ്ട് തന്നെ കാൽമുട്ടിൽ കൈമുട്ടുകൾ കുത്തി തല താങ്ങിയിരുന്നു. ആ സമയം മനസ്സിൽ മീനാക്ഷിയോടുള്ള പക അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു. മീനാക്ഷി കുളിച്ചിറങ്ങിയതും കണ്ടു. അവന്റെ ബെഡിൽ തന്നെ നോക്കി ചിരിയോടിരിക്കുന്ന കിച്ചുവിന്. അവനെ മൈൻഡ് ചെയ്യാതെ തന്നെ ദേഷ്യത്തോടെ വന്ന് തന്റെ ബെഡിലായിരുന്നു മുടിയിൽ ചുറ്റിക്കെട്ടി വെച്ചിരുന്ന തോർത്തഴിച്ച് മുടി തോർത്താൻ തുടങ്ങി. കിച്ചു അന്നേരം മീനാക്ഷിയെ നോക്കി വായപൊത്തി ചിരിക്കുന്നുണ്ട്. അവനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തന്നെ വീണ്ടും അവൾ മുടി മുന്നിലേക്ക് ഇട്ടുകൊണ്ട് തോർത്തി. എന്താണ് ചെക്ക, എന്തെങ്കിലും പറയേണ്ടി മര്യാദക്ക് പറയും, അല്ലാണ്ട് വായപൊത്തി ചിരിക്കല്ലേ വേണ്ട. കിച്ചുവിനെ നോക്കി ദേഷ്യത്തോടെ തന്നെ മീനാക്ഷി പറഞ്ഞു. എനിക്ക് ചിരിക്കാൻ പാടില്ലേ? എന്റെ പല്ലുകൊണ്ടും ചുണ്ടുകൊണ്ടും ഞാൻ ചിരിക്കും. അതിന് ചോദ്യം ചെയ്യാൻ ചേച്ചി ആരാ? മീനാക്ഷി സിദ്ധുവിനോട് ചോദിച്ച അതേ ഡയലോഗ് കിച്ചു മീനാക്ഷിയോട് തിരിച്ചു ചോദിച്ചു. അവനെ വീണ്ടും അവൾ കൂർപ്പിച്ച് നോക്കി. അല്ലെങ്കിൽ മനുഷ്യനോട് ദേഷ്യം വന്നിരിക്കുമോ? അതിനുള്ള വെറുതെ ചൂട് പിടിപ്പിക്കല കിച്ചു. പോയി 2 അക്ഷരം പഠിക്കാൻ നോക്ക്. ഒരു സിനിമ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് ജന്തു.
ഭംഗിയും സ്വത്തും പ്രശസ്തിയൊക്കെ ഉള്ളതിന്റെ അഹങ്കാരം അയാൾക്ക്. എന്നാലും ചേച്ചിയെ സിദ്ധാർത്ഥ് ചേറിലെറിഞ്ഞ രംഗം അതൊന്ന് കാണേണ്ടതന്നെയായിരുന്നു. വീണ്ടും ചിരിയോടെ കിച്ചു പറഞ്ഞു. നീ അത് മാത്രമേ കണ്ടുള്ളൂ? അയാളുടെ മുഖത്ത് ഞാൻ ചേറി വെച്ച രംഗം കണ്ടില്ലേ? അത് കാണേണ്ടത് തന്നെയായിരുന്നു. ഒട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിൽ മീനാക്ഷി പറഞ്ഞു. ചേച്ചിയുടെ ഭാഗത്തെ തെറ്റ്. അവിടെ കൂടുന്ന ആൾക്കാരും ചിരിക്കാതിരുന്നപ്പോ ചേച്ചി എന്നാണ് ചിരിച്ച്. അതുകൊണ്ടല്ലേ സിദ്ധാർത്ഥ് ചേച്ചി ചേറിലെറിഞ്ഞ്? ഇപ്പൊ അങ്ങനെയായോ? ആരാധനമൂത്ത് നീ അയാളുടെ പക്ഷത്തായോ? അയാൾ ചെളിയിൽ വീഴുന്ന രംഗം കണ്ട ആരാ ചിരിച്ചു പോവാത്ത്? പിന്നെ എനിക്ക് ചിരിക്കാൻ തോന്നി, ഞാൻ ചിരിച്ചു. അതിന് മറ്റുള്ളവർ ചിരിക്കുന്നുണ്ടല്ലേ എന്ന് നോക്കാൻ പോയില്ല, അത്ര തന്നെ. ചിരിച്ചോണ്ട് എന്താ? അതിനുള്ള ശിക്ഷയും കിട്ടിയില്ല. എന്തായാലും ഇന്നത്തെ സമ്പത്തോടു കൂടി ആലപ്പുഴ മുഴുവൻ ചേച്ചി ഫേമസ് ആയി. ആലപ്പുഴ ഫേമസ് ആയതല്ല, നീയൊക്കെ ആരാധിക്കുന്ന അയാളില്ലേ, അയാൾ അയാളുടെ ആജീവനാൻ തന്നെ മറക്കില്ല. അയാളുടെ മുഖത്ത് ചെളിവാരി തേച്ച പെൺകുട്ടി എന്ന ക്രെഡിറ്റ് എന്നും എനിക്ക് സ്വന്തമായിരിക്കും. ചില സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആളുടെ നായകന്റെ ഫോട്ടോയിലും മറ്റുള്ള ചെളിയേക്കുന്നു. എന്നാൽ ഇവിടെ അയാളെ തന്നെ ഇഷ്ടപ്പെടാനായിട്ട് ഞാൻ നേരിട്ട് അയാളുടെ മുഖത്താ ചെളി വെച്ച്. അപ്പൊ ഞാനല്ലേ ഇവിടെ ഹീറോ? നീ പറയ്. ഗമയോടെ മീനാക്ഷി ചോദിക്കുന്ന കേട്ട് കിച്ചു വായുപൊത്തിയും ചിരിച്ചു. എന്താണ് ചിരിക്കുന്നത്? ചേച്ചി ഇതിനെയാണോ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്നത്? ഒരാക്കി രീതിയിൽ കിച്ചു ചോദിക്കുന്ന കേട്ടു ദേഷ്യത്തോടെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യമാ. എന്നെ ചേർലെറിഞ്ഞ അയാളില്ലേ, അയാളോടുള്ള ദേഷ്യം ജന്മം തീരില്ല എനിക്ക്. ഇനി എന്റെ ജീവിതത്തിൽ അയാളുടെ ഒരു സിനിമ ഞാൻ കാണില്ല. അയ്യോ, അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കില്ല ചേച്ചി സിനിമ ഉണ്ടെങ്കിൽ സിദ്ധാർത്ഥ അഭിനയം നിർത്തി വീട്ടിലിരിക്കേണ്ടി വരും. ദേ കിച്ചു, മതി കളിയാക്കിയത്. നീ നോക്കി വെച്ചു, അയാൾ അനുഭവിക്കും. ഒരു പെണ്ണിനെ ചെളിയിൽ വലിച്ചതിന്റെ പേര് അയാൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അയാൾ കെട്ടാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ, അവൾ ഇയാളെ കൊണ്ട് എന്ന് വരപ്പിക്കും. ഒടുവിൽ ഡിവോഴ്സായി അവൾ ഇയാൾ ഇട്ടിട്ട് പോകും. അപ്പം മാറും ഇയാളുടെ ഈ തൊട്ടാപ്പൊട്ടുന്ന ദേഷ്യക്കാര ഇമേജ്. ഷാബാണോ? ശാപിച്ചാൽ നിനക്കെന്താ? നീയൊക്കെ അയാളുടെ പക്ഷമല്ലേ, ഞാനല്ലെങ്കിലും ഒറ്റക്കാണല്ലോ. ചെറിയൊരു പിണക്ക രീതിയിലാണ് മീനാക്ഷി അവസാനത്തെ വാചകം പറഞ്ഞു. അത് കേട്ടതും കിച്ചവന്റെ കട്ടിൽ നിന്നീറ്റ് മീനാക്ഷിയുടെ കട്ടിൽ അവൾക്കടുത്തായി വന്നിരുന്നു. തോളിലൂടെ കൈയിട്ട് അവളെന്ന് ചേർത്ത് പിടിച്ചു. എന്റെ ചേച്ചിയുടെ കൂടെ ഞാനില്ലേ, ഞാനിതൊക്കെ വെറുതെ ചേച്ചിയെ ചൂടിപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എന്റെ ചേച്ചി കിച്ചു ഒറ്റക്കാകും തോന്നുന്നുണ്ടോ? മീനാക്ഷിയുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് തന്നെ കിച്ചു പറയുന്ന കേട്ട് മീനാക്ഷി ചെറുതായും ചിരിച്ചു. ചിരിച്ചല്ലോ, അത് മതി. ഈ നടൻ സിദ്ധാർത്ഥിനി നമ്മുടെ ജീവിതത്തിൽ കാണാൻ പോകുന്നില്ലല്ലോ ചേച്ചി, അതുകൊണ്ട് അതങ്ങ് വിട്ടേക്ക്. അങ്ങനെ വിടാനൊന്നും പറ്റില്ല, നീ നോയിക്കോ, എന്റെ ശാപം ഫലിക്കും. ആയിക്കോട്ടെ, ഞാൻ ചേച്ചിയോട്. കിച്ചെന്തോ പറയാൻ തുടങ്ങിയോ പുറത്ത് കോളിംഗ് ബെൽ കേട്ടത് ഒരുമിച്ചായിരുന്നു. ആരപ്പ ഈ നേരത്ത്? അച്ഛൻ വരാൻ സമയമായില്ലല്ലോ. കിച്ചു തന്നെ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റു. നീ പോയി നോക്ക്, ചിലപ്പോൾ സുമേശി പാലിന് പൈസ തരാൻ വന്നായിരിക്കും. തലമുടിയിൽ തോർത്ത് ചുറ്റിക്കിട്ടുകൊണ്ട് തന്നെ വീണ്ടും മീനാക്ഷി പറഞ്ഞു. ശരി ചേച്ചി പറഞ്ഞുകൊണ്ട് തന്നെ കിച്ചു നടന്ന് ഹാളിലേക്ക് പോയി. അപ്പോഴേക്ക് മീനാക്ഷി എണീറ്റ് മേശപ്പുറത്ത് നിന്ന് അവിടെ കുഞ്ഞു പെട്ടി തുറന്നു അതിൽ നിന്നും കൺമഷി പുറത്തേക്ക് എടുത്തു. അതുമായി ചുമരിൽ തൂക്കിയിരിക്കുന്ന കൊച്ചു കണ്ണാടിക്കടത്തേക്ക് പോകുമ്പോഴാണ് കിച്ചു ഓടിപ്പാഞ്ഞു വന്ന്. അവന്റെ മുഖത്ത് പേടിയും ഭയവും ടെൻഷനും പ്രകടമായിരുന്നു. അത് കണ്ടതും മീനാക്ഷി സംശയഭാവത്തിൽ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഇച്ചു, എന്താ വരാണ്ടിരിക്കുന്നത്? ആരാ വന്ന്? എന്തോ മനസ്സിലായതുപോലെ അവൾ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തും പേടി വ്യക്തമായിരുന്നു. ചേച്ചി, അയാൾ വന്നിട്ടുണ്ട്. പേടിയോടെ കിച്ചു പറയുമ്പോൾ അതേ പേടിയോടെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നുപോയി മീനാക്ഷി.